എന്നിട്ടെന്താ, ഞാനുള്ള വിവരം സുമിത്രയോട് പറഞ്ഞിട്ട് പോന്നു. അത്രയ്ക്ക് അഹങ്കാരമല്ലേ മനീഷ് കാണിച്ചത്? തർക്കം എന്താ? വീട് കയറിയുള്ള ആക്രമണം ഇല്ലയോ? പാത്രം തകർത്ത കൂട്ടത്തില് ഒരടി സോമൻ പിള്ളേരെ തലയ്ക്ക് കൊണ്ടെങ്കിലോ, വൈഫിന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിലോ കഥ മാറുമായിരുന്നില്ലേ? ആട്ടെ, സംഭവം അറിഞ്ഞിട്ട് സുമിത്രയുടെ പ്രതികരണം എന്തായിരുന്നു? അവരെന്ത് ചെയ്യാനാ, പതിവ് പോലെ മനീഷിനോട് കുറെ ദേഷ്യപ്പെട്ടു. അന്നേരം മനീഷിന്റെ പ്രതികരണം എന്തായിരുന്നു? അവനെല്ലാം മറന്നതുപോലെ ഒരു അഭിനയം. ലൈലയുടെ മുമ്പിൽ അവന്റെ അഭ്യാസം നടക്കും. അന്നേരം ലൈലയുടെ പ്രതികരണം എന്തായിരുന്നു? മോൾക്ക് വലിയ വിഷമമായി കൈനകരി. അതോർത്താ എന്റെ വിഷമം. എന്റെ സോമൻ പിള്ളേ, നമ്മൾ വണ്ടിക്കാർക്കും വള്ളക്കാർക്കും ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതായത്, നിങ്ങൾ വണ്ടി ഓടിക്കും എന്ന് വെച്ച് ഓട്ടോറിക്ഷ നിർമ്മിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ഏത് തരത്തിലുള്ള വള്ളവും പണിയും. പക്ഷെ വള്ളം തുഴയലി വശം പോരാ. എന്നാലും നിങ്ങൾ വണ്ടിക്കാരനും ഞാൻ വള്ളക്കാരനുമാ. അതല്ലല്ലോ കൈനകരി എന്റെ വിഷയം. ഷോ, എന്റെ സോമൻ പിള്ളേ, ഞാൻ വിഷയത്തിലോട്ടാണല്ലോ വഞ്ചി അടിപ്പിക്കുന്നത്. അതെ, ഈ പള്ളിക്കൂടം പിള്ളേർക്കൊരു പരിപാടിയുണ്ട്, ചേരും പടി ചേർക്കുക. അതായത് മാച്ച് ദ ഫോളോയിങ്. ഇടത്തും വലത്തും ഓരോ കാളം. ഇവിടുള്ളതും അവിടുള്ളതും തമ്മിൽ ചേർച്ചയുള്ളത് തമ്മിൽ യോജിപ്പിക്കണം. അതായത് ഇടത്ത് ഓട്ടോറിക്ഷ എന്നൊരു വാക്കുണ്ടെങ്കിൽ വലത്ത് സോമൻ പിള്ള എന്നൊരു പേര് കാണും. തമ്മിൽ യോജിപ്പിക്കണം. ഇവിടെ തച്ചുശാസ്ത്ര വിദഗ്ധൻ, അവിടെ എന്ത് കാണും? കൈനഗിരി തങ്കപ്പനാശാരി. യോജിപ്പിക്കണം. ഇപ്പുറത്തെ കാലത്ത് കപ്പ, അപ്പുറത്ത് മീൻകറി. യോജിപ്പിക്കണം. അങ്ങനെ ചേരുന്നതിനെ തമ്മിൽ ചേർക്കണം. എന്റെ സോമൻ പിള്ളേ, പാഠപുസ്തകത്തിൽ മാത്രമല്ല ജീവിത പുസ്തകത്തിലും ഉണ്ട് ഈ മാച്ച് ദ ഫോളോയിങ്. ചേരേണ്ടത് മാത്രമേ ചേരാൻ പാടുള്ളൂ. സോമൻ പിള്ളയുടെ മോക്ക് ആ കാര്യത്തിൽ പാളിച്ച പറ്റി. ചേരേണ്ട ആളുമായിട്ടല്ല ചേർന്നത്. അങ്ങനെ തോന്നുന്നില്ലയോ? എന്റെ മോൻ രാജേഷിനും പറ്റി പാളിച്ച. ചേരേണ്ടടുത്തല്ല ചെന്ന് ചേർന്നത്. ഓരോ ചക്കക്കുരുവിലും അത് ചുട്ടു തിന്നുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്നാണല്ലോ വിശ്വാസം. നമ്മുടെ മക്കൾക്ക് ആ കാര്യത്തിൽ പരാജയമായി പോയി സോമൻ പിള്ളേ. കൈനകരി പറയുന്നത് ശരിയാ. അതാ നമ്മുടെ കൊച്ചുങ്ങളുടെ യോഗം. ഇയ്യോ, അങ്ങനെ പറയാൻ വരട്ടെ സോമൻ പിള്ളേ. ഞാനൊന്ന് വിശകലനം ചെയ്തു നോക്കി. ഒരു കാര്യം മനസ്സിലായി. എന്തോന്നാ? സുമിത്രയുടെ ഭർത്താവിനെ പിള്ളേക്ക് അറിയാമായിരുന്നോ? പിന്നെ പനക്കലെ ശിവരാമേട്ടൻ നാട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ള ആളായിരുന്നു. ആ, അദ്ദേഹം ഇപ്പൊ എവിടാ? ഇഹലോകവാസം വെടിഞ്ഞില്ലയോ? നല്ല പ്രായത്തിൽ സുമിത്ര വിധവയായി. അവരുടെ ഒരു മോളാ അനില. അതായത് എന്റെ മോൻ രാജേഷിന്റെ ഭാര്യ. ഉള്ളത് പറയാൻ പിള്ളേ, ഭാര്യയല്ല, അനില രാജേഷിന്റെ തോളിൽ ചാരിയ കുരിശ. ഇനിയുള്ളത് സുമിത്രയുടെ മോന മനീഷ്. കെട്ടിയത് ആരെയാ? നിങ്ങളുടെ മോളെ. താണ്ടെ പിള്ള മനസ്സിൽ കളങ്കമില്ലാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ കൊച്ചിന്റെ കാര്യത്തിൽ ഹാപ്പിയാണോ? ഒരിക്കലുമല്ല. മരുമകൾ കൈനകരിക്ക് കുരിശാണെങ്കിൽ എനിക്ക് എന്റെ മരുമകൻ കുരിശും മുൾക്കിരീടവാ. ഓ, സോമൻ പിള്ള സത്യം പറഞ്ഞെന്ന്. ഇനി താണ്ടെ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇങ്ങോട്ട് വന്നേ. സുമിത്രയുടെ ഭർത്താവ് അകാല ചരമം പ്രാപിച്ചു. മനീഷ് മാനം നോക്കി നടക്കുന്നു. ദാണ്ടെ എന്റെ വീട്ടിലായതുകൊണ്ട് മാത്രം അനില അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇതിന്ന് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലാക്കാം? ഷോ,
പനയ്ക്കൽ വീട്ടിൽപ്പെട്ടവർക്ക് ദാമ്പത്യം വാഴില്ല. കൈനഗിരി, അതേ സോമൻപിള്ളേ, 3 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് നിൽക്കുമല്ലയോ? സുമിത്രയ്ക്കോ പെൺമക്കൾക്കോ ദീർഘസുമംഗലി യോഗമില്ല. മോൻ ചെറുക്കനും ദീർഘദാമ്പത്യമില്ല. അത് ശരിയാണല്ലോ. സുമിത്രയുടെ ദോഷമാണോ ഇനി പനയ്ക്കൽ തറവാടിന്റെ ദോഷമാണോ അതൊന്നും എനിക്ക് നിശ്ചയമില്ല. അനുഭവത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാ. എന്താ കൈനഗിരി പരിഹാരം? പൂജയോ ഹോമോ നടത്തിയാലോ? എന്തോത്തിന്? ജോത്സ്യനും പോറ്റിക്കും കാശു കൊടുക്കാനോ? അതുകൊണ്ടൊന്നും ഫലമില്ല പിള്ളേ. നമ്മൾ നമ്മുടെ മക്കളുടെ സേഫ്റ്റി നോക്കണം, ഫ്യൂച്ചർ നോക്കണം. അതാ പരിഹാരം. എന്റേത് മോന രാജേഷ്, അവനധികം കേടുപാടൊന്നും വരാനില്ല. അതേസമയം നിങ്ങളുടെ മോള് കേടുപാട് വരും. വന്നാൽ ഉദ്ദേശിക്കുന്നതിലും കടുപ്പമായിരിക്കും. കഴിയുന്നതും വേഗം രക്ഷപ്പെടാൻ നോക്ക്. എങ്ങനെ? നിങ്ങൾ ആലോചിച്ച ഐഡിയ തന്നെ. ലൈലയെ ആ കല്യാണക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്ത്. പക്ഷേ മനീഷ് കെട്ടിയ താലി താലി അതെടുത്ത് ദൂരെ കള. ലൈലയുടെ ഭാവിയെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവള് കൊച്ചു പെണ്ണ, സുന്ദരിയ. നിങ്ങളുടെ കൈ കാശുകൊണ്ട് ഇപ്പോഴത്തെ മരുമോനെ വിട്ടുപോയാലേ താണ്ടെ നല്ല രാജകുമാരന്മാരെ പോലുള്ള പയ്യന്മാര് വരും. അതേ സമയത്ത് ലൈലയ്ക്കൊരു കുഞ്ഞുണ്ടായ പ്രയാസമാണേ. എന്നാലും കൈനഗരി, ജാതി മത വർഗവർണ്ണ വിവേചനം ഉണ്ടോ സോമൻപിള്ളയ്ക്ക്? ഇല്ലെങ്കിൽ ഞാനൊരു നിർദ്ദേശം പറയാം. നല്ല അധ്വാനി, കഠിനാധ്വാനി, 27 വയസ്സ്, കാണാൻ പരമസുന്ദരൻ. താണ്ടെ മോടെ കൂടെ നിന്നാലേ ലൈല മജ്നു ആന്നേ പറയൂ. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോനാ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ഗ്യാരണ്ടി. വെറുതെ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ? ലൈല ഇപ്പോഴും മനീഷിന്റെ ഭാര്യയല്ലേ? ഭാര്യ മണ്ണാങ്കട്ട, അവൻ പോട്ടെന്നേ. ദാണ്ടെ മോടെ ജീവിതം പ്രകാശിക്കണ്ടായോ? അങ്ങനെ ചിന്തിക്ക്. ബെസ്റ്റ് പയ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കല്യാണം സിമ്പിളായിട്ട് മതി. ആ കാശുടെ പിള്ളേർക്ക് കൊടു. എന്തായാലും സോമൻപിള്ള ഒരു 7 ലക്ഷം ലൈലയുടെ കാര്യത്തിൽ കരുതിയിട്ടുണ്ടാകുമല്ലോ. ആർപ്പാടെ ഒഴിവാക്കി 3 ലക്ഷം വിട്ട് ഒരു 10 ലക്ഷം കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഉദ്ദേശം അല്ലേ? ലൈലയുടെ പേര് ബാങ്കിൽ ഇട്ടാ മതി പിള്ളേ. അങ്ങനെ ഒരു കച്ചവടത്തിന് താല്പര്യമില്ല കൈനഗിരി. തൽക്കാലം 2 വള്ളത്തെ ഞാൻ കാല് വെക്കുന്നില്ല. സോമ്പിളെ അവിടെ നിന്നേ, അവിടെ നിന്നേ. ഇങ്ങോട്ട് വാ സോമ്പിളെ, ഇങ്ങോട്ട് ഇറങ്ങ് സോമ്പിളെ, പറയട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ് സോമ്പിളെ, ഇങ്ങോട്ട് വരാൻ ഒരു കാര്യം പറയട്ടെ. യവൻ ഗുണം പിടിക്കത്തില്ല. എന്നാലും എന്റെ സുമിത്രേ, ആ സോമൻപിള്ളയ്ക്ക് എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? അയാൾ ആരാ? വെറും ഓട്ടോ ഓടിക്കുന്ന സോമൻപിള്ള. എന്നൊന്ന് ഉറക്ക തുമ്മണമെങ്കിലേ ഭാര്യയുടെ അനുവാദം വേണം. എന്നാ സുമിത്ര ആരാ? പനയ്ക്കലെ സർവാധികാരിയായ കുടുംബനാഥ. ഇവിടെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സുമിത്ര മാത്രം തീരുമാനിച്ചാ മതി. ദാണ്ടെ സുമിത്ര മാത്രം. സോമൻപിള്ള എന്താ പറഞ്ഞത്? മനീഷുമായിട്ടുള്ള സംബന്ധം ഒഴിഞ്ഞാല് ലൈലയ്ക്ക് വേറെ രാജകുമാരനെ കിട്ടുമെന്ന്. എന്റെ ഈ മുഖത്ത് നോക്കി അയാളത് പറഞ്ഞത്. താണ്ടെ നമ്മുടെ മനീഷ് മോനെ പിള്ള വിളിച്ചെന്തുവാന്നറിയാവോ? മരമോന്താന്ന്. സ്വഭാവം വെച്ച് നോക്കിയാ അവനെ അങ്ങനെ വിളിച്ചത് തെറ്റൊന്നുമില്ല. സുമിത്രയ്ക്ക് വിളിക്കാം മോന, സോമൻപിള്ള വിളിക്കാൻ പാടില്ല. അതിനുള്ള റൈറ്റ് ഇല്ല അമ്മായിയപ്പന്. അല്ലെങ്കിൽ അതിന് തക്ക നിലയും വിലയുള്ള ആളായിരിക്കണം. സോമൻപിള്ളയുടെ വില എന്താ? ചന്ദ്രികയുടെ PA. അത് അവരുടെ കുടുംബകാര്യം, നമ്മളെന്തിനറിയണം? കുറച്ചൊക്കെ അറിയണം സുമിത്രേ. കുലീനത, ആഭിജാത്യം, കുടുംബമഹിമ, അങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് സുമിത്രേ. ഒരു കുടുംബം ആവുമ്പോഴേ നയിക്കാൻ ഒരാള് വേണം.
അയാളുടെ വാക്കിനായിരിക്കണം വില. താണ്ടേ അതറിയണമെങ്കിൽ അങ്ങ് കൈനഗിരിയിലോട്ട് വരണം, എന്റെ വീട്ടിലോട്ട്. ഞാൻ പറയുന്നതാ അവിടുത്തെ അവസാനത്തെ വാക്ക്, അതിനൊരു മാറ്റവും ഇല്ല. പിന്നൊരു കാര്യമുണ്ട്, സുലോചന മനസ്സിൽ ആഗ്രഹിക്കുന്നതേ ഞാൻ പറയാറുള്ളൂ. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സുമിത്ര മറുപടി തരുമെന്ന് വിചാരിക്കുന്നു. താണ്ടേ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ദുരുദ്ദേശവും ഇല്ലെന്ന് തറപ്പിച്ചു പറയുന്നു. ഉദ്ദേശവും ദുരുദ്ദേശവും തമ്മിൽ തിരിച്ചറിയാനുള്ള ബോധം എനിക്കുണ്ട്. ഉത്തരം പറയേണ്ടതാണെങ്കിൽ പറയും. എന്നാ ചോദ്യം പിടി. അതായത് വാചകവടിയോ അതിസാമർത്ഥ്യമോ അല്ലാതെ ചന്ദ്രിക എന്തെങ്കിലും ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? മനീഷ് പൊട്ടിച്ചാന്നും പറഞ്ഞ് സോമ്പുള്ള കൊണ്ടുവന്ന പിഞ്ഞാണത്തിന്റെയും ഗ്ലാസിന്റെയും കാര്യമല്ലേ ഞാൻ ചോദിച്ചത്. അതവര് കാണിച്ച തരം താന്ന പരിപാടി. മനീഷ് മോൻ അത്രയ്ക്ക് ചീപ്പാവത്തില്ല. ഇനി അഥവാ ഒരു പാത്രം കയ്യബദ്ധത്തിന് താഴെ വീണ് പൊട്ടിയെന്നിരിക്കട്ടെ, അതിങ്ങോട്ട് പൊതിഞ്ഞു കെട്ടി കൊടുത്തയക്കാവോ? ചേടാ, അഷ്ടമി മണിക്ക് നമ്മൾ കുടവടക്കത്തില്ലയോ, ആഘോഷമായിട്ട് അത് നടത്താറില്ലയോ? പൊട്ടിയ കുടം പൊട്ടിച്ച പയ്യന്റെ അമ്മായിയപ്പം പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരാറുണ്ടോ? കെട്ട പരിപാടിയായി പോയി. ചീപ്പ്. ആ കാര്യത്തിൽ മനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പറഞ്ഞത് സുമിത്രയുടെ മഹത്വം, കുടുംബമഹിമ, അത് തിരിച്ചറിയണമായിരുന്നു ചന്ദ്രിക. അതുപോട്ടെ, എന്റെ ചോദ്യം ഇപ്പോഴും അനാഥമായിട്ട് അവിടെ തന്നെ കിടക്കുക. സ്ത്രീധനമെന്നും പറഞ്ഞ് ലൈലയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കേണ്ടത് പെൺവീട്ടുകാരാ. സുമിത്ര ഉരുണ്ടും പെരണ്ടും നിൽക്കാതെ ഉള്ള കാര്യം അങ്ങ് പറ. താണ്ടേ അതിൽ നിന്നൊരു 10 രൂപ പോലും എനിക്ക് വേണ്ട. ഒരു ഇൻഫർമേഷന് വേണ്ടി ചോദിക്കുക. ചന്ദ്രികയോ സോമൻ പിള്ളയോ ഒരു തുക ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഓഫർ? ഒന്നുമില്ല. നാളിതുവരെയായിട്ടുമില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി സുമിത്രേ. താണ്ടേ നമ്മൾ വിചാരിച്ചതുപോലല്ല ലൈലയുടെ അച്ഛനും അമ്മയും. താണ്ടേ എന്റെ ഈ 2 കണ്ണി നോക്കി പിള്ള പറഞ്ഞ എന്തുവാന്നറിയാവോ? മനീഷ് കെട്ടിയ താലി വലിച്ചെറിഞ്ഞ് കളയുന്നതിന്റെ പിറ്റേ ദിവസം ആ നേരത്തെ പറഞ്ഞ രാജകുമാരനില്ലയോ, അവനുമായിട്ട് ലൈലയുടെ സ്വയംവരം. താണ്ടേ ശ്രീധനം 1ഉം 2ഉം അല്ല, 10 ലക്ഷം, അതും രൊക്കം കാശ്. 2000-ന്റെ മെജന്ത കളറിലുള്ള 500 കറൻസി നോട്ടുകൾ എണ്ണി അടുക്കി വെച്ചിരിക്കുക ചന്ദ്രിക. അതിന്റെ പുറത്ത് അടയിരിക്കുന്നത് കൊണ്ടാ ശ്രീമതി ഇപ്പൊ ഈ വഴിക്കൊന്നും വരാത്തത്. അവരുടെ മോളാണ് ലൈല. അവര് സമ്പാദിച്ച പണം കൊടുക്കുന്നത് അവരുടെ ഇഷ്ടം. ഇതെന്തോ വർത്തമാനമാ സുമിത്രേ. ഇവിടുത്തെ മനീഷിന്റെ ഭാര്യ ഇപ്പോഴും ലൈല. ഇവിടെ തരാത്ത കാശ് വേറൊരാൾക്ക് കൊടുക്കണോ? അത് കിട്ടാനുള്ള യോഗ്യത മനീഷില്ലാന്ന് ഞാനിങ്ങ് വിചാരിച്ചോളാം. ഇത് പ്രതികാരമാ. സുമിത്ര തന്നോട് തന്നെ ചെയ്യുന്ന പ്രതികാരം. തിരിച്ചടികൾ കാരണം മനസ്സ് മടുത്തുപോയി സുമിത്രയ്ക്ക്. വിധി കണ്ടമാനം കയറി വിളയാടുമ്പോ അതിനപ്പുറത്ത് കയറി വിളയാടണം, അല്ലെങ്കിൽ തോറ്റുപോകും. എല്ലാം കൊണ്ടും തോറ്റവളാണ് ഞാൻ. ഇനി ആരുടെ മുന്നിലും ജയിക്കണമെന്ന് എനിക്കില്ല. അങ്ങനെ പറയരുത്, നിരാശപ്പെടരുത്. ജീവിതം ഇനിയും ബാക്കി കിടക്കുമല്ലയോ. അങ്ങനെ വല്ലവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. താണ്ടേ പനക്കലെ ശിവരാമൻ നായരുടെ ഭാര്യയാന്ന് ഓർക്കണം. ആ ഓർമ്മയിലാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത്. ഇപ്പൊ അതും മതിയായി. സോമൻപിള്ള പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രം കേട്ട സുമിത്ര അഭിപ്രായം മാറ്റും. ജയിക്കണമെന്ന് വാശിയാവും, തോറ്റുകൊടുക്കത്തില്ലെന്ന് ശപഥം ചെയ്യും. പിള്ള പറഞ്ഞ ആ കാര്യം എന്താ? ഈ പനക്ക തറവാട്ടിലെ ആർക്കും വിവാഹം വാഴത്തില്ലെന്ന്. സുമിത്രയുടെ ഭർത്താവ് നേരത്തെ യാത്രയായി. അനില രാജേഷ് ബന്ധത്തിൽ വിള്ളല്. മനീഷിന്റെ കാര്യം ഇങ്ങനെയും. അവന്റെ ഭാര്യയായി തുടർന്നാലേ ലൈലയ്ക്ക് വല്ല ആപത്തും സംഭവിക്കുമെന്ന് സോമൻപിള്ള ഭയക്കുന്നു.
എന്ന് വെച്ചാൽ ചന്ദ്രിയെ സംശയിക്കുന്നു എന്നർത്ഥം. അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നിയിരിക്കാം. നമ്മളെന്ത് ചെയ്യാന്? ഷോ, ഈ നിസ്സംഗത പാടില്ല. ഇതൊരു നിസ്സാര ആരോപണമല്ല. ചന്ദ്രിക മോളെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വിട്ടു. അയ്യോ, അപ്സരസാണ് ആ പെണ്ണിന്റെ വിചാരം. ലൈലയ്ക്ക് ഇച്ചിരി തൊലിവെളുപ്പുണ്ടെന്നുള്ളത് നേരാ. പക്ഷെ സുമിത്രയുടെ പകുതി കളറുണ്ടോ, ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ? ഒരു കൊച്ചുണ്ടാപ്രി. ആ പോട്ടെ, ശ്രീധനമുണ്ടോ? അതുമില്ല. അതേസമയം പണം സ്വരൂപിച്ചു വെച്ചിരിക്കുക രണ്ടാം കല്യാണം നടത്താൻ. പ്രതികരിക്കണം സുമിത്രയെ, പ്രതികരിക്കണം. എങ്ങനെ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബന്ധം ഒഴിഞ്ഞു കൊടുക്ക്. ദാണ്ടെ രാജകുമാരിമാര് തോറ്റുപോകുന്ന പെങ്കൊച്ചുങ്ങളെ ഞാൻ കൊണ്ടുതരാം മനീഷ് മോന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ 10 ലക്ഷം ഇങ്ങോട്ട് വരാൻ പറ. മനീഷ് അതുകൊണ്ട് രക്ഷപ്പെടട്ടെ, കൂട്ടത്തിൽ ലൈലിയും രക്ഷപ്പെടട്ടെ. അതല്ലേ ന്യായം, അതല്ലേ യുക്തി, അതല്ലയോ ശരി? ഒരു കണക്കിന് ശരിയാ. അതെ അവര് തരുന്ന തുകയിൽ നിന്ന് ഒരു സംഖ്യ അനിലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. അതെ അതെ. ആ പണം കൊടുത്താ അനിലയുടെ പ്രശ്നത്തിന് പരിഹാരമാവും, രാജേഷിന് സന്തോഷാവും. ഇതിതാ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോഴാ സുമിത്രയുടെ തലയെ വെട്ടം വീണത്. ഇപ്പോഴല്ല, നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ എന്റെ തലയിൽ വെട്ടം വീണു. അപ്പൊ ശ്രീധരം കിട്ടും. എപ്പോ? പൂത്ത പണമുള്ള ഏതെങ്കിലും കിളവിയെ കണ്ടുവച്ച് നിങ്ങൾ അങ്ങ് കെട്ട്. ആ സ്ത്രീധനം വാങ്ങിച്ചങ്ങ് വിഴുങ്ങ്. അല്ല പിന്നെ. ആ അങ്ങനെ ഗണപതിക്ക് വെച്ചത് ഇത്തവണയും കാക്ക കൊത്തിക്കൊണ്ടുപോയി. ഹലോ, ഗുഡ് മോർണിംഗ്. കുന്നത്തൂർ കോവിലകത്തെ നമ്പർ അല്ലേ ഇത്? അതെ. മിസ്റ്റർ യതീന്ദ്രവർമ്മ ഒന്ന് ഫോണിൽ കിട്ടുമോ? ആരാ വിളിക്കുന്നത്? സോറി മാഡം, ഞാൻ കൊച്ചിയിലെ ട്രാവൽ ഏജൻസിന്നാ. യതീന്ദ്രവർമ്മ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമായിരുന്നു. ഇവിടെ തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സെൽ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭാഗ്യത്തിന് ലാൻഡ് നമ്പർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അനുരാധ. യതീട്ടനിപ്പോ സ്ഥലത്തില്ല, ദുബായില്. എക്സ്ക്യൂസ് മീ മാം, അദ്ദേഹത്തിന്റെ വൈഫാ. യോ ഗുഡ് നൈം പ്ലീസ്. കാർത്തിക. അല്ല, എന്തിനാ യതീട്ടന്റെ നമ്പർ ചോദിച്ചത്? 2 മാസം മുമ്പ് സാർ ഞങ്ങളുടെ ട്രാവൽ ഏജൻസി വഴിയാണ് ദുബായിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. 3 മാസത്തെ പാസഞ്ചേഴ്സിന്റെ പേരുകൾ നറുക്കിടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്. ഈ സെഷനിൽ ആദ്യത്തെ 7 പേരിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. എന്ത് നറുക്കെടുപ്പാ? ഒരു ഫൈനൽ ലക്കി ഡ്രോ കൂടിയുണ്ട്. ഇപ്പോ ഉള്ള 7 പേരിൽ ഒരാൾക്ക് നറുക്ക് വീഴും. 7 ലക്ഷം രൂപയാണ് സമ്മാനം. 7 ലക്ഷം? അതെ മാഡം. കിട്ടുമോ അതോ പറ്റിപ്പാണോ? അല്ലല്ല, പേര് വീണ 7 ലക്ഷം ഉറപ്പാ. ഫസ്റ്റ് ലിസ്റ്റിൽ പേരുള്ള വിവരം സാറിനെ ഒന്ന് അറിയിക്കാനാ. നമ്പർ ഒന്ന് പറയോ? നമ്പര് അതെ, സമ്മാനം അടിച്ചിട്ട് പോരെ ആളിനെ അറിയിക്കുന്നത്. വെറുതെ എന്തിനാ ആശിപ്പിക്കണം? പിന്നെ നറുക്കെടുപ്പിൽ പേര് വന്നില്ലെങ്കിലോ? ഫൈനൽ ലിസ്റ്റിലുള്ളവരെ ഇൻഫോം ചെയ്യണമെന്ന് കമ്പനി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അനുസരിച്ചല്ലേ പറ്റൂ മാഡം. യതീന്ദ്രവർമ്മ സാറിന്റെ നമ്പർ ഒന്ന് തരുമോ? നോട്ട് ചെയ്തോളൂ. ശരി മാഡം, പറഞ്ഞോളൂ. 00971 00971 9388 9388 888 121. 888 ആണോ മാം? അതെ. 658 പിന്നെ 121. 121. ഓക്കെ മാം, താങ്ക് യു മാം. ഞാൻ വിളിച്ചോളാം. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് അനുരാധ. എന്താ മാഡം? ഒന്നുമില്ല, ചോദിച്ചതാ.
യതീന്ദ്രൻ സാറിന് പ്രൈസ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ? അതെ, സമ്മാനം അടിച്ചാൽ ആള് രാജ്യത്തിന് വെളിയിലാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വന്നാൽ 7 ലക്ഷം രൂപ കയ്യിൽ തരുമോ? അത് കമ്പനിയാണ് തീരുമാനിക്കേണ്ടത് മാം. നമുക്ക് ട്രൈ ചെയ്യാം. ശരി മാം.